ചോച്ചനെ കാണാൻ വേണ്ടിട്ട് മാത്രം ഒന്ന് കൈതപ്പോയിൽക്ക് വന്നതാട്ടോ. അങ്ങനെ അതിന് ഓനെ എടുത്ത് വരുന്ന വരവാണ് ഇപ്പൊ ഈ കാണുന്നത്. ഓനാണ് എന്നെ കണ്ടിട്ട് എന്താ വിട്ട് നിൽക്കുക, സാധനം പെട്ടെന്ന് പേടുന്ന മുളിച്ചു വന്നെന്നുള്ള. അങ്ങനെ ചോച്ചനാടെ വെച്ച് നമ്മൾ നേരെ പോയത് കൈതപ്പോയുള്ള ദലബാൻ സ്പോട്ട്. അതിനും ഐസി ഉണ്ട്, പിന്നെ റിഫാനിന്റെ ഒപ്പം ഇവിടെ വന്നപ്പോ ഞാൻ മെയിൻ ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നിങ്ങൾ ഇനി ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വരികയാണെങ്കിൽ കഴിക്കാനുള്ള നല്ല ഡൈനിങ് ഉണ്ട് കേട്ടോ ഇവിടെ. റിഫാൻ ഒപ്പം ഉണ്ടായിട്ടാന്ന് തോന്നുന്നു. അതിനും ഐസി ഒന്നും നല്ല മക്കളാട്ടോ. ഇങ്ങനെ ഞങ്ങളെ പോലെ സ്വീറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ വേഗം ലബാൻ സ്പോട്ടിക്ക് വന്നാൽ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഈ പ്രാവശ്യം ട്രൈ ആക്കിയത് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ. ഇതൊരു സ്ട്രോബെറി ഫ്ലേവറിൽ വരുന്ന ഒരു ഐറ്റം ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ഈ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടി. ഇപ്പൊ മാംഗോ സീസൺ അല്ലേ, അപ്പൊ നമ്മൾ ഈ മാംഗോന്റെ ഈ ഒരു ഐറ്റം വാങ്ങി കിട്ടും. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ കഴിക്കാൻ. നമ്മൾ പിന്നെ കുറെ ആൾക്കാരുണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുവച്ചൊക്കെ വേണം. പിന്നെ നമ്മൾ ആടുന്ന വേറൊരു ഐറ്റം കൂടി ട്രൈ ആക്കി. ഇതിന്റെ പേര് വന്നിട്ട് ബാംബൂസാന്നെന്തോ. ഈ ഒരു ഐറ്റം നമ്മളെ അമ്മമാർക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും, കാരണം ഓവർ മധുരം ഇല്ലാണ്ട് ഇങ്ങനെ കഴിച്ചെടുക്കാൻ പറ്റിയ ഒരു സാധനം. അപ്പൊ സ്വീറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് വേഗം ഷെയർ ആക്കി കൊടുത്തു. റിഫാനെ കുറച്ച് പാഴ്സലും വാങ്ങിങ്ങാനാട്ടോ പോണം. അപ്പൊ നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ ട്രൈ ആക്കിയത് കൈതപ്പോയിലുള്ള ഔട്ട്ലെറ്റ്. അതും കഴിച്ച് പോണ വൈക്കൽ നമുക്ക് നല്ലൊരു മയയും കിട്ടി. അപ്പൊ ഇന്ന് ഇത്രക്കൊക്കെ ഉള്ളൂ.